ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മരുഭൂമി യാത്രയിൽ പുതിയ മന്ന പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം വായിക്കുന്നു. ലൂക്കോസ് 5:15. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തെ ഓർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഈ സംഭവം എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠരോഗം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവഴ്ന്നു വീണ്, കർത്താവെ, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ് 5-ാം അധ്യായം 12-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഓർക്കണം, കുഷ്ഠരോഗിയാണ്. ന്യായപ്രമാണപ്രകാരം പാളയത്തിനകത്ത് പ്രവേശിക്കുവാൻ അവന് അധികാരമില്ല. ശാപവും പാപവും ഒക്കെയാണ് ഈ രോഗത്തിന് കാരണം. അങ്ങനെ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചൊരു മനുഷ്യൻ, സമൂഹം അടുപ്പിക്കാത്തൊരു മനുഷ്യൻ യേശുവിനോട് കഴിക്കുന്ന പ്രാർത്ഥനയാണ് 12-ാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, ആരെല്ലാം ഭ്രഷ്ട് കൽപ്പിച്ചാലും, ഏതെല്ലാം വേലിക്കെട്ടുകൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും, നിയമവും ചുറ്റുപാടുകളും എല്ലാം എതിരാണെങ്കിലും, പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണെങ്കിൽ, ഓർക്കുക, ആര് കൈവിട്ടാലും, ആര് തള്ളിക്കളഞ്ഞാലും, ആര് മാറിപ്പോയാലും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ മനുഷ്യൻ കണ്ണുനീരോടെ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. 13-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു കൈനീട്ടി അവനെ തൊട്ടു. ഇത്ര അത്ഭുതകരമായ വാക്യമാണ്. കുഷ്ഠരോഗിയെ തൊടുന്നവൻ പോലും ശപിക്കപ്പെട്ടവനെന്ന്, അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യരുമായി ഇടകലർന്ന് ജീവിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് എല്ലാം എതിരായിരിക്കുന്ന ഈ മനുഷ്യൻ ഇവൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശു അവനെ തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയരെ, ഒരു വാക്യത്തിനകത്തല്ല, എത്രയെത്ര സ്ഥലങ്ങളിലാ യേശു ജനത്തെ തൊട്ടത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിലും ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിൻ്റെ തിരു സാന്നിധ്യം നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ, യേശു നമ്മെ തൊടുന്ന പ്രഭാതമായിരിക്കട്ടെ. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നുമൊക്കെ തൊട്ടു വിടുവിച്ചവരുടെ അനേകം സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നു. പ്രിയരെ, ഏത് അവസ്ഥയിലും നമ്മെ തൊടുന്ന കർത്താവിൻ്റെ കൃപ വലുതാണ്. ബൈബിൾ അങ്ങനെയാ പറയുന്നത്, യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. അടുത്ത പദം, ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. എപ്പോഴാണോ യേശു ഈ മനുഷ്യനെ തൊട്ടത്, അവൻ്റെ ശരീരത്തിൽ കയറിപ്പറ്റിയ കുഷ്ഠരോഗം അവനെ വിട്ടുമാറുവാൻ ഇടയായി തീർന്നു. ഓർക്കണം, കുഷ്ഠരോഗത്തെ സമൂഹം മുഴുവനും ഭയപ്പാടോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം.
ആരെങ്കിലും കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങളാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാളയത്തിന് പുറത്ത് പാർക്കേണ്ടതിന് വിധിക്കപ്പെട്ടിരുന്ന ഒരു സമയം, ഒരു മരുന്നും ഇല്ലാതെ കുഷ്ഠരോഗം വന്നവൻ കുഷ്ഠരോഗത്തിൽ മരിച്ചു കൊണ്ടിരുന്നൊരു കാലം ബൈബിൾ പറയുന്നു. യേശു അവനെ തൊട്ടു. ആ തൊടൽ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് പകലേശു നമ്മെ തൊട്ടാൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക്, വിടുതലുകൾക്ക് കാരണമായി തീരും. ഞാനവിടെ നിർത്തി പറയാം. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മനസ്സുകൊണ്ട് സമർപ്പിക്കുക. ആ വിഷയങ്ങളെ യേശു തൊടുക തന്നെ ചെയ്യും. അതാണല്ലോ നയീൻ പട്ടണത്തിൻ്റെ മുൻപിൽ നടന്നത്. യേശു ആ മഞ്ചത്തിൽ ഒന്ന് തൊട്ടു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് ഉള്ളം തകർന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് മഹാദൈവം തൊടുന്ന പ്രഭാതമായിരിക്കട്ടെ. നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഉണ്ടായി വരുന്ന നല്ല പ്രഭാതമായി തീരട്ടെ. ബൈബിളതാ പറയുന്നത്, യേശു അവനെ തൊടുകയും അവൻ്റെ കുഷ്ഠരോഗം അവനെ വിട്ടുമാറി. മുറുകെ പറ്റിയിരുന്നത്, പിടിച്ചു വച്ചിരുന്നത്, ഇവനെയും കൊണ്ടേ പോകൂ എന്ന് വെല്ലുവിളിച്ച് വാതു പറഞ്ഞ് അവകാശം പറഞ്ഞു നിന്നത് വിട്ടുമാറി. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നത്, ശാപകാരണമായിരിക്കുന്നത് ചില രോഗങ്ങൾ ചിലരെ വിട്ടുമാറുന്ന പ്രഭാതമായിരിക്കട്ടെ. അടുത്ത വാക്യം, 14-ാം വാക്യം എഴുതിയിരിക്കുന്നു, അവൻ അവനോട് ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാടർപ്പിക്കുക എന്നവനോട് കൽപ്പിച്ചു. യേശു ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട് പറയുകയാണ്, നീ പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിനക്ക് കിട്ടിയ വിടുതൽ നീ ഉറപ്പാക്കുക, അഥവാ സ്ഥിരീകരണം നടത്തുക. നീ ഇത് ആരോടും പറയരുത്. അടുത്ത വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. 12-ാം വാക്യത്തിൽ ആരംഭിക്കുന്ന ഈ സംഭവം 2 വാക്യങ്ങൾ കഴിഞ്ഞ് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം ദേശത്ത് പരക്കാനിടയായി തീർന്നു. സാധുവായ, കുഷ്ഠരോഗിയായ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഈ മനുഷ്യന് കിട്ടിയ വിടുതൽ ദേശം മുഴുവനും അറിയാനിടയായി തീർന്നു. ഞാനിവിടെ നിർത്തി പറയാം. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒന്നല്ല, 1000 അത്ഭുതങ്ങൾ യേശു നമുക്ക് വേണ്ടി ചെയ്തു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ അവന്റെ പാപം മോചിച്ചു കിട്ടുക എന്നുള്ളത്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, യേശുവിന്റെ രക്തവും യേശുവിന്റെ നാമവും ദൈവത്തിന്റെ വചനവും നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാര്യമായി തീർന്നിട്ടുണ്ടോ? ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമസ്ഥരായി നിങ്ങൾ മാറിയിട്ടുണ്ടോ? പാപമോചനം പ്രാപിച്ച, നിത്യതയെക്കുറിച്ചുള്ളൊരു ഉറപ്പ് ലഭിച്ച, പ്രത്യാശയുള്ളൊരു ജീവിതത്തിന്റെ ഉടമസ്ഥരാണോ നിങ്ങൾ? ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം ജീവിതത്തിൽ നടക്കാനില്ല. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവനെ കുറിച്ച് ജോലി ചെയ്യുന്ന ഇടത്ത്, കൂടെ നടക്കുന്നവരോട്, കോളേജിൽ സ്കൂളിൽ പോകുകയും വരികയും ചെയ്യുന്ന ഇടത്ത് നാം സാക്ഷിയാകണം. കാരണം അവൻ്റെ നാമം ദേശം മുഴുവനും പരക്കുവാനിടയായി തീരണം. ഇന്ന് രാവിലെ അങ്ങനെ തന്നെ ഹൃദയം കൊണ്ട് പറയാമോ? ഈ ദിവസം ഭൂമിയിൽ ജീവിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ സാക്ഷീകരണത്തിന്
കാരണമായി തീരണം. കുഷ്ഠരോഗം മാറിയ മനുഷ്യൻ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ഈ ചെറിയ ആയുസ്, ശേഷിക്കുന്ന ദിവസങ്ങൾ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി തീരുവാൻ യേശുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ച നാം ബാധ്യസ്ഥരാണ്. തീരുമാനമെടുക്കാമോ? ബൈബിൾ പറയുന്നു, ഈ കുഷ്ഠരോഗിക്ക് വിടുതൽ വന്നതുകൊണ്ട് യേശുവിൻ്റെ നാമം പരക്കുവാനിടയായി തീർന്നു. അത് മുഖാന്തരം വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിന്, തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. യേശുവിനെ കുറിച്ചുള്ള ശ്രുതി ദേശത്ത് മുഴുവനും വ്യാപിച്ചു. ആ അറിവിൽ നിന്ന് ഒരു സമൂഹം മുഴുവനും ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുവാനിടയായി തീർന്നു. ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകളിലൂടെ ആരെങ്കിലും ദൈവപാദപീഠത്തിൽ കടന്നു വരുവാനിടയായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തിരിഞ്ഞ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാരുടെയെങ്കിലും സൗഖ്യത്തിന് കാരണമായി തീർന്നിട്ടുണ്ടോ? ഈ വാക്യത്തിൽ അങ്ങനെയായി എഴുതിയിരിക്കുന്നത്, കുഷ്ഠരോഗിയുടെ വിടുതൽ പട്ടണത്തിൽ ഉണർവ് നടക്കുവാൻ കാരണമായി തീർന്നു. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ നല്ലൊരു തീരുമാനമെടുത്ത് ദൈവപുത്രന്റെ പാദപീഠത്തിൽ സമർപ്പിക്കാമോ? സുവിശേഷീകരണത്തിന്റെ ഭാഗമായി തീരാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അപ്പ. വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷിയായി ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, അമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.